ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോണത് റെഡിമെയ്ഡ് ചുരിദാർ എടുക്കുന്ന സമയത്ത് ഒരുവിധം ആളുകൾക്ക് എല്ലാവർക്കും ചുരിദാർ കിട്ടുന്ന സമയത്ത് അതിൻ്റെ ഷോൾഡർ കൂടുതലായിരിക്കും കേട്ടോ. നമ്മൾ പുതിയ ചുരിദാർ ഇടുന്ന സമയത്ത് ഷോൾഡർ ഇതുപോലെ കൂടുതലായിട്ട് ഇതുപോലെ വീണ് കിടന്നു കഴിഞ്ഞാൽ ഒട്ടും ഭംഗി ഉണ്ടാവില്ല കേട്ടോ ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ കാണാനായിട്ട്. അപ്പോൾ ഈ ഷോൾഡർ പോലെ തന്നെ മെയിനായിട്ടുള്ള ഒരു ഭാഗം കൂടിയിട്ടാണ് നമ്മുടെ കൈക്കുഴി. അപ്പോൾ കൈക്കുഴി ഇതുപോലെ ലൂസായിട്ട് വൃത്തികേടായി ചുളിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാക്കി എടുക്കാമെന്നാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചുരിദാറിൻ്റെ ഷോൾഡറും അതുപോലെ തന്നെ കൈക്കുഴിയും കറക്റ്റാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എന്നിട്ട് വീഡിയോ കാണാം. നമ്മുടെ ഈ ടോപ്പ് റെഡിയാക്കാൻ കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഇതിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് ലൂസ് കൂടുതലാണ് കേട്ടോ. അതൊന്നല്ല മെയിനായിട്ടുള്ള പ്രശ്നം. ഇതിൻ്റെ ഷോൾഡർ ഇറങ്ങി നിൽക്കായിരുന്നു, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട്. പിന്നെ കൈക്കുഴിയാണെങ്കിൽ ചുളിഞ്ഞിട്ട് നല്ല ലൂസും വല്ലാതെ താഴ്ന്നിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നമുക്കത് കറക്റ്റാക്കി എടുക്കും വേണം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചുരിദാറിനെ ഇതുപോലെ നമുക്ക് മറച്ചിടാം കേട്ടോ. എന്നിട്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ ഷോൾഡർ എന്തോരം ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ചുരിദാർ ഇതുപോലെ മറച്ചിട്ട് കഴിഞ്ഞാലേ നമുക്കിതുപോലെ രണ്ട് ഷോൾഡറും ഒരുപോലെ കറക്റ്റ് അളവിൽ പിടിക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ അളവ് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ അളവ് നോക്കണ സമയത്ത് നമുക്കിതൊരു 5 ഇഞ്ചോളം ഉണ്ട് കേട്ടോ അതിൻ്റെ ഷോൾഡർ. അപ്പോൾ നമുക്കിതിൻ്റെ അത്രേൻ്റെ ആവശ്യമില്ലേ. നമ്മുടെ ഷോൾഡർ ഞാനിപ്പോൾ ഒരു 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് തയ്ച്ച് വരുമ്പോൾ 3 ഇഞ്ചാവും കേട്ടോ കറക്റ്റ്. അപ്പോൾ നമ്മൾ 3.5 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രഞ്ച് കർവ് എടുത്തിട്ടേ നമ്മളിതിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങോട്ട് നീക്കി വെക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് വെച്ചതിൻ്റെ ശേഷം നമുക്ക് കൂടെ ഒന്ന് ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്യേണ്ട, നേരിട്ടിട്ട് കട്ട് ചെയ്യാൻ അറിയണവരാണെങ്കിൽ ആ രീതിക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു അറ്റം വരുമ്പോൾ കറക്റ്റ് ആ റൗണ്ടിന് അറ്റത്തേക്ക് വരച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ മാർക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് നോക്കാം, നമ്മൾ ആ തെറ്റത്ത് വരുമ്പോൾ കറക്റ്റ് ആ ഒരു ലെവലിലാക്കി കൊടുത്താൽ മതി. ആ തയ്പ്പ് നിൽക്കണതിൻ്റെ ഒപ്പത്തിന്, അതായത് അതിൻ്റെ തൊട്ട് താഴേക്കാക്കിയിട്ട് വരച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. അപ്പം എന്നിട്ട് അതിൽ കൂടെയാണ് നമ്മളിനി കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ഇവിടെ മാർക്ക് ചെയ്യൽ കഴിഞ്ഞ സമയത്ത് നമ്മുടെ പഴയ കൈക്കുഴിയും ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഒരളവും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു അളവാണ് കേട്ടോ കറക്റ്റ് ഇപ്പം നമുക്ക് കൊണ്ടുതന്ന ആളുടെ അളവ്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈക്കുഴിയും ഷോൾഡറും എന്തോരോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യാം കേട്ടോ. അതിന് ശേഷം കൈക്കുഴി ഇതേ രീതിക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ കൈക്കുഴിയുടെ ഭാഗമൊക്കെ കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ കൈ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ നിർത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കൈയിൻ്റെ തെറ്റ്. അപ്പോൾ കൈ കറക്റ്റ് ഒപ്പാക്കി വെക്കുക. അതിന് ശേഷം നമുക്ക് എത്ര ഇറക്ക് കുറയ്ക്കാനുണ്ടെങ്കിൽ ആ ഒരു അളവ് എന്തോരാന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് ചെയ്തിട്ട് അവിടെ കറക്റ്റാക്കിയിട്ട് വെട്ടിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ടോപ്പിൻ്റെ ഇവിടെ നിന്ന് കുറച്ച് സ്റ്റിച്ച് നമുക്ക് വിടിയിപ്പിച്ചെടുക്കാനുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തെറ്റ് വശത്ത് ലോക്കാക്കിയിട്ടുണ്ടാവും, ആ ലോക്കും ഒന്ന് വിടിയിപ്പിച്ചെടുക്കാം. ചുരിദാറിൻ്റെ ടോപ്പിൽ നമ്മൾ സൈഡ് പിടിപ്പിച്ച പോലെ തന്നെ നമ്മുടെ കയ്യിലും ഉണ്ട് കേട്ടോ അതുപോലെ ചെയ്തെടുക്കാൻ. അപ്പോൾ കൈ നമുക്ക് തയ്ക്കാൻ ആ ഭാഗത്തുണ്ടല്ലോ സ്റ്റിച്ച് നമ്മൾ വിടിപ്പിച്ചിട്ട് അതിൻ്റെ തെറ്റ് ലോക്കാക്കിയത് അവിടെയും വിടിപ്പിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ തയ്ക്കാനായിട്ട് തുടങ്ങാനായിട്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഷോൾഡറും അതുപോലെ തന്നെ നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള കൈയും തമ്മിൽ കൂട്ടി വെച്ച് തയ്ച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളത് വെക്കണ നേരത്ത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പറയുന്നത്. അപ്പോൾ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൈ വെട്ടിയതുണ്ടല്ലോ അതിൻ്റെ നല്ല വശം ഈ നമ്മുടെ ചുരിദാറിൻ്റെ നല്ല വശം ഒരുപോലെ ഒപ്പായിരിക്കണം കേട്ടോ ഇരിക്കേണ്ടത്. അതായത് നമ്മുടെ ചുരിദാറിൻ്റെ ചീത്ത വശം കൈയിൻ്റെ പൊട്ടവശം ബാക്കിലും ഫ്രണ്ടിലും അങ്ങനെയാണ് കേട്ടോ വരാം. അങ്ങനെ വെച്ചിട്ട് വേണേൽ തയ്ച്ചെടുക്കാനായിട്ട്. ആദ്യം നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു വശം കംപ്ലീറ്റ് ആക്കി എടുക്കാം കേട്ടോ തയ്ച്ചിട്ട്. അതിന് ശേഷം നമ്മൾ തിരിച്ച് വെച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്കും കൂടി തയ്ച്ചെടുത്താൽ മതി.
നമ്മൾ ഒരു വശത്തുള്ള ഷോൾഡറിൻ്റെ പണിയും അതുപോലെ തന്നെ കൈയും ഒക്കെ തയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിലെ കൈ നമുക്ക് തയ്ച്ച് പിടിപ്പിക്കണം ഈ ഷോൾഡറിൻ്റെ വശത്ത്. അപ്പോൾ നമുക്ക് ഇതേപോലെ നേരത്തെ പറഞ്ഞ രീതിക്ക് തന്നെ വെക്കാം കേട്ടോ. കൈയിൻ്റെ ആ വശം കറക്റ്റ് ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് നടു കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അളവിൽ രണ്ട് സൈഡിലേക്കും കിട്ടും കേട്ടോ. അപ്പോൾ മാർക്ക് ചെയ്യാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വശത്ത് ചിലപ്പോൾ കൈയിൻ്റെ കുറച്ച് കൂടുതലും ഒരു സൈഡിലേക്ക് ചിലപ്പോൾ ഇങ്ങനെ അടിച്ചെത്തിക്കാനായിട്ട് കുറവും വരും. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ തയ്ക്കുക കേട്ടോ. നമ്മുടെ കൂട്ടുകാരെങ്കിലും ഇതുപോലെ ഷോൾഡറൊക്കെ ഇറങ്ങി കിടന്നിട്ട് പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ചുരിദാർ ഇട്ട് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴും ഒക്കെ ഇട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ രീതിക്കൊന്ന് അടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ എളുപ്പമായിട്ട് നമുക്ക് അടിച്ചെടുക്കാനൊക്കെ പറ്റും കേട്ടോ. ഇപ്പം നമ്മുടെ രണ്ട് വശത്തേക്കുള്ള കൈ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ കൈ തയ്ച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം തയ്ക്കാനായിട്ട് ബാലൻസ് നിൽക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ കുറച്ച് തടിയുള്ളവരൊക്കെ ആണെങ്കിൽ കൈക്കൂടി റെഡിയാക്കി വരുമ്പോൾ ഇവിടെ തികയാണ്ട് വരാണെങ്കിൽ നമ്മുടെ കൈ വെട്ടിയപ്പോൾ ബാക്കി വരുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മുടെ കൈയിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുത്തതിന് ശേഷം കൈ കൂട്ടിയടിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു അളവിൽ കിട്ടും. വേറൊരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നേക്കാൾ നല്ലത് ഈ രീതിക്ക് ഇതിൻ്റെ മെറ്റീരിയൽ തന്നെ നമ്മൾ പരമാവധി ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വെട്ടിയിട്ട് മാറ്റുന്ന ഭാഗത്ത് നിന്നിട്ട് എടുത്തിട്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് വേറെ കൂട്ടിയടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ അത് തയ്ച്ച് കഴിഞ്ഞപ്പോൾ കൂടുതലായിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് വണ്ണം വേണ്ട. അപ്പോൾ അത് കാരണം നമ്മളവിടെ ഷേപ്പ് ചെയ്ത് വന്നിട്ട് വെട്ടിക്കളയും കേട്ടോ ഈ ഒരു ഭാഗം. അപ്പോൾ ഇങ്ങനെ തികയാണ്ട് വരുന്നവർക്കാണ് ഈ രീതിക്ക് നമ്മുടെ കയ്യിൽ അവിടെ ഒരു പീസ് വെച്ചിട്ട് തയ്ച്ചെടുക്കാൻ പറയുന്നത്. നമ്മുടെ ഈ ഒരു ടോപ്പിൽ ചെയ്യാനുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൈയിൻ്റെ അവിടെ കുറച്ച് ലൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് കൈയിൻ്റെ തുമ്പുവശം തൊട്ടിട്ട് ഇതുപോലെ ഇനി നമ്മൾ തയ്ച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ലൂസുള്ള ഭാഗം നമ്മൾ ടൈറ്റാക്കി വരണം താഴ്ത്തുനിന്ന് തയ്ച്ച് വരുമ്പോൾ. അപ്പോൾ നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം അറിയണത് കൊണ്ട് ഇങ്ങനെ തയ്ച്ച് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ തയ്ച്ചതിന് ശേഷം നമുക്ക് ആ കൂടുതലുള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് സൈഡൊന്ന് വെട്ടിട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. ഇപ്പം നമ്മളിതേ ഒരു സൈഡ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിക്ക് നമ്മൾ ആ കൂടുതലുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. അതിന് ശേഷം കേട്ടോ നമ്മളവിടെ വെട്ടിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ വെട്ടിട്ട് കൊടുക്കാൻ പോണത്. അപ്പം നമ്മൾ തയ്ക്കുന്ന സമയത്തേ ഒരു 4 ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ലൂസ് കൂട്ടാനോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തയ്ച്ചാലാണ് കേട്ടോ ചെയ്തെടുക്കാൻ പറ്റുക. ഇപ്പം നമ്മുടെ ടോപ്പിൽ ചെയ്യാനുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ടോപ്പ് കാണുമ്പോൾ തന്നെ അറിയാലോ, ആദ്യം നമ്മൾ എടുത്ത സമയത്ത് ഈ ടോപ്പിൻ്റെ ഷോൾഡർ എത്രമാത്രം ഇറങ്ങിയിട്ടാണ് നിന്നേരുന്നതെന്ന് ഇപ്പം നമുക്കിത് കറക്റ്റ് ഒരു അളവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ കൂട്ടുകാർ. ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ടോപ്പിൽ നമ്മൾ ഒന്ന് മാറ്റം വരുത്തിയാൽ തന്നെ നമ്മുടെ ടോപ്പുകൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ടാവും നമ്മൾ ഇടുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.